രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായി ഓൺലൈനിലുള്ളവരും ഇവിടെ തീർത്ഥാടനത്തിലായിരിക്കുന്നവർ കർത്തൃസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധമായ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുക. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ആ സാന്നിധ്യം ഓരോ മക്കൾക്കും സംലഭ്യമാക്കണമേ. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അണിപ്പടുതാർന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹത്തെക്കാൾ വലുതാണ് അങ്ങയുടെ സാന്നിധ്യം. ഈ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ സൗഖ്യമാക്കണമേ. നിന്റെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ഉദരരോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സൗഖ്യത്തിലേക്ക് ആനയിക്കണമേ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം നടുവേദനയുള്ളവരെ സ്പർശിക്കണമേ. കർത്താവേ, നടുവിന് ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുന്നവരെ സ്പർശിക്കണേ. കർത്താവേ, കുരിഞ്ഞോ നിവരാനോ കിടക്കാനോ തിരിയാനോ അറിയാനോ പറ്റാതെ അസ്ഥികളുടെ വേദനകളും ദ്രവിപ്പുള്ളവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ അസ്ഥിരോഗികളും അസ്ഥിക്കുഴകൾ വിഷമമുള്ളവരും വേദനിക്കുന്നവരും നടുവേദനയുടെ രോഗികളും ഈ നിമിഷം യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയം വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഉടമ്പടിയിൽ വെക്കാതെ തന്നെ ചില കാര്യങ്ങൾ, വെക്കാത്ത കാര്യങ്ങൾ അവർ പിന്നീട് ഉടമ്പടി ചെയ്യണത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി ഇവിടെ വന്നായിരുന്നു. എനിക്ക് ആ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ പ്രശ്നം വെച്ചാൽ അവിടെ വിഷയം അവർ ജസ്റ്റ് കൃപാസനം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വിസിറ്റ് ചെയ്യാൻ, അതായത് പോകുന്ന വഴിക്ക് ഇതിലെ പോകുമ്പോൾ അവർ ഇതിലൂടെ ഒന്ന് കയറിയതാണ്. എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ട് കയറിയതാണ്.
കേട്ട് കയറി അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ ശ്രുതികട്ടെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ആരാധന കൂടുന്നവർ അച്ഛന് കർത്താവ് തരുന്ന വചനങ്ങൾ അനുസരിച്ചാണ് ആരാധന മുന്നോട്ട് പോകുന്നത്. അതിനുള്ളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ഇത് കംപ്ലീറ്റ് ഒരു ജനപ്രഘോഷണ ആ രീതിയിലുള്ള ധ്യാനമല്ല ഉടമ്പടി ധ്യാനം. ഉടമ്പടി ധ്യാനത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയുണ്ടാവും, സ്തുതിപ്പുണ്ടാവും, ആരാധനയുണ്ടാവും, വചനമുണ്ടാവും, വ്യാഖ്യാനമുണ്ടാവും. അങ്ങനെ കർത്താവിൻ്റെ കൂടെയാണ് നമ്മളത് സഞ്ചരിക്കുന്നത്. അപ്പം അതുപോലെ ഈ സമയത്ത് വലിയ അഭിഷേകങ്ങൾ ഉണ്ടാകാനുള്ള അതുകൊണ്ടാണ് ഉടമ്പടിയിലൊക്കെ ഭയങ്കരമായ സമയത്ത് ദർശനങ്ങൾ വരേണ്ടതിൻ്റെ കാര്യം ഇതാണ്. കാര്യം ഇതിൻ്റെ ഈ ഒരു പ്രസംഗമായിട്ടല്ല ഇത് പോണത്. ഇത് മറിച്ചൊരു ദൈവാരാധന, ദൈവജനാരാധനയായിട്ട് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയുണ്ടാകണം. ഇപ്പം ഞാൻ പറഞ്ഞ ജിൻസി ടോമിയുടെ കാര്യമാണ് പറഞ്ഞത്. ജിൻസി ടോമി ഇതിൽ പോകുന്ന സമയത്ത് ഹസ്ബൻഡുമായിട്ട് ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്ന കണ്ട് അവിടെ കൂടെ വന്നതാണ്. അവർ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവരമ്മയോട് പറഞ്ഞു, അമ്മേ 5 വർഷമായിട്ട് എനിക്ക് മക്കളില്ല. അവരുടമ്പടിയോട് ചെയ്തിട്ടില്ല, അവർക്കറിയത്തില്ല. പക്ഷേ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. കയറി 5 വർഷമായിട്ട് അവർ മക്കളില്ല. അവർ മടുത്ത് മരുന്നൊക്കെ ഒഴിവാക്കി അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ, ഇനി മക്കളില്ലാണ്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയാതെ പകച്ച് നിൽക്കണം ജീവിതത്തിൽ. ഈ പകപ്പോടുകൂടിയാണ് അവർ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. പക്ഷേ പകപ്പോടുകൂടി നോക്കുമ്പോൾ അത് പകപ്പിനെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട്. അതാണ് അവരുടെ വിശ്വാസം എന്ന് പറയണത്. പകപ്പുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആളാണ്. ചില ആൾക്കാർ കടത്തിന് മുമ്പിൽ പകച്ചു നിൽക്കും, ചിലർ രോഗത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും, ചിലർ ഉറ്റവരുടെ മരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആകസ്മിക വിയോഗത്തിൽ പകച്ചു നിൽക്കും. അപ്പം ജീവിതത്തിൽ നമുക്ക് പകച്ചു നിൽക്കും. നമ്മൾ പലപ്പോഴും, ഞാനും പല സമയത്ത് പകച്ചു നിന്നിട്ടുണ്ട്. അക്കാലങ്ങളിലെല്ലാം രാത്രികളിലെപ്പോലും ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മൾ ജീവിച്ചാലും, ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ് നമുക്ക് പണി കിട്ടുമെന്നാണ്. അതായത് എങ്ങനെ, ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. എങ്ങനെ നമ്മൾ തട്ടലും മുട്ടലും ഇല്ലാതെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാലും തമ്പുരാൻ നമുക്കൊരു പണി തരും. അത് ദൈവത്തിൻ്റെതായിട്ട് തരുന്ന, അതായത് ദൈവത്തിൻ്റെ കാര്യം. ബുദ്ധിമോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമോശം വളരെ ചിന്തിച്ചും ആലോചിച്ചും അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയും അതിൻ്റെ പ്രോയും കോന്ത്രായും അതിൻ്റെ സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളൊക്കെ ഞാൻ ഹരിച്ചും കുണിച്ചുമൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്യണത്. അങ്ങനെ ചെയ്താലും പണി കിട്ടും ചില സമയത്ത്. ആ പണി കിട്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ്, ഇത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഓരോ വിളിയാണ്. ദൈവം വിളി പലതരത്തിലുണ്ട്. ദൈവം ഇങ്ങനെ ഓട്ടോറിക്ഷയിലും മൈക്കും കെട്ടി എല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല, ആരെയും വിളിക്കത്തില്ല. ദൈവം എങ്ങനെ വിളിക്കണത്? തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കും. ചില പൊട്ടന്മാർ വരത്തില്ല, ചിലർ വരും, ചിലർ വന്നാൽ പോകത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ദിവസത്തിന് ആൾക്കാർ വ്യാപരിക്കണത്. ചിലർ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും വരത്തില്ല, വരാൻ തോന്നത്തില്ല. കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശയില്ല, അങ്ങനെ ഒരു വിശ്വാസമില്ല. ഇപ്പം ജെൻസി ടോമിയുടെ വിഷയം എന്താണ്? അവളുടെ വന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കിയാൽ മാതാവിനോട് പറഞ്ഞ, അമ്മേ 5 കൊല്ലമായിട്ട് എനിക്ക് മക്കളില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല, അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം. ദാറ്റ്സ് ഓക്കെ. അവളുടൊപ്പം എടുത്തിട്ടില്ല, അമ്മയുടെ മുഖത്തേക്ക് അതേ പറഞ്ഞുള്ളൂ. പക്ഷേ വിത്തിൻ അടുത്ത പീരീഡ്സ് കഴിയുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആവും. അത് ലൈറ്റ്നിങ് ആയിട്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചില സമയത്ത് നമുക്ക് ഞെട്ടിപ്പോവും.
ഈ മിന്നൽ വരണ പോലെ അനുഗ്രഹങ്ങൾ വരും, അറിയത്തില്ല. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ അടുത്ത കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ അവൾ ഉടമ്പടി ചെയ്തു. അടുത്ത ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ച്, അമ്മ കൊടുത്ത കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും അപ്പം പിന്നെ ഉടമ്പടി ചെയ്ത് വെച്ചും കാര്യം ആദ്യം കിട്ടിയ കുഞ്ഞിനെ പെൺകുഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്കൊരു ആൺകുഞ്ഞിനെ വേണം, അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് അവൾ ഉടമ്പടി ചെയ്യും, ഡിസിറ്റോമിറ്റ്, അങ്ങനെ ശരിയാണ്. അപ്പോൾ ഉടമ്പടി ചെയ്തിട്ട് അവൾ ആദ്യം എഴുതും, എനിക്ക് ആൺകുഞ്ഞിനെ വേണമെന്ന് എഴുതും. അതാണ് എൻ്റെ രീതികൾ പോണ രീതി നോക്കണം. അപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഫെയ്ത്തിനേക്കാളും കുറച്ചുകൂടി ഫെയ്ത്തും വിശ്വാസവും പ്രത്യാശയും ജെൻസിയിൽ വളർന്ന്. എന്താണ്, ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് കുഞ്ഞിനെ തന്നു. അപ്പം ഞാൻ എന്താ ചെയ്യണത്, ഇനി ഞാൻ അമ്മയോട് ഞാൻ ആൺകുഞ്ഞിനെ തന്നെ പെർട്ടിക്കുലറായിട്ട് ചോദിക്കുമോ? അതിന് ഇനി ഞാൻ പ്രസവിച്ച് കഴിയുമ്പോൾ പെൺകുഞ്ഞായി പോവുമോ ആൺകുഞ്ഞായി പോവുമോ അതിനെക്കുറിച്ച് ബോധമില്ല. കാര്യം ഇക്കാലങ്ങളിൽ എല്ലാവർക്കും പണ്ടത്തെ കാലമല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലമായത് കാരണം എല്ലാം ദൈവദാനമാണെന്ന് മനസ്സിലാക്കും. പണ്ട് പെൺകൊച്ചുങ്ങളാണെന്ന് വെച്ചാൽ ദൈവദാനമാണെന്ന് മനസ്സിലാകത്തില്ല. ഇന്ന് മനസ്സിലാക്കി. ഇതാണ് ഞാൻ മനുഷ്യത്വം വളരണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇതാണ് മനുഷ്യത്വം കാലത്തിനൊപ്പം വളരുന്നു. എങ്കിലും ഒരു പെൺകുഞ്ഞുള്ള വീട്ടിൽ ആൺകുഞ്ഞ് ഉണ്ടാകുന്നത് ഒരു ബാലൻസ് കീപ്പിംഗ് ആണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കീപ്പിംഗാണ്. അപ്പോൾ അവളത് ചോദിച്ചു, എനിക്കൊരു മകനെ വേണം. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടേതായിട്ട് അമ്മ കൊടുത്തിരിക്കുന്നത് ആൺമകനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കിട്ടിക്കഴിഞ്ഞാൽ അവൾ രണ്ടാമത് സാക്ഷ്യം പറയാൻ വേണ്ടി വരണത്. ദാറ്റ് മീൻസ് ഉടമ്പടിയുടെ ഒരു റേഞ്ച് ഇതാ. അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത് വിശദീകരിച്ച് എല്ലാ ദിവസവും തന്നെ 10ഉം 15ഉം ഒക്കെ സാക്ഷ്യങ്ങൾ വരും. അതിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്കിതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങളായിരിക്കും. വ്യാഖ്യാനിക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ വചനമാണ്, അതായത് ഗലാത്യർ 3:22. ഒന്നിന് വായിച്ചുള്ളത്, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. അപ്പൊ ഇതിൻ്റെ വരുന്നൊരു വിഷയം വാഗ്ദാനം പ്രാപിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കൊളോസ്യസിന്റെ ഗലാത്യൻ്റെ 3:22 വിശ്വാസം വഴിയാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ജെൻസി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻസിയുടെ കേസ് ഹിസ്റ്ററി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ നമ്മൾ ആദ്യം കണ്ടില്ലേ കൊളോസ്യൻസിൻ്റെ 3:11 എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഇവക്കില്ല, കിട്ടാത്ത കുട്ടി എവിടെ ഉണ്ട്? യേശു ക്രിസ്തുവിൻ്റെ ദാനത്തിലുണ്ട്. കർത്താവിൻ്റെ നമ്മളെപ്പോഴും പറയും, എനിക്ക് കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കുഞ്ഞിനെ തന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജോലി കിട്ടി, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ക്ഷീണം മാറി എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങളെന്താ പറയേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്നാണ്. ക്രിസ്തുവിനെ എന്തിൻ്റെ രീതിയിൽ? ചിലപ്പോൾ ജോലിയുടെ രീതിയിൽ കിട്ടും, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ രീതിയിൽ കിട്ടും, ചിലപ്പോൾ സൗഖ്യത്തിൻ്റെ രീതിയിൽ കിട്ടും. പക്ഷേ എന്താ കാര്യം? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളുമുണ്ട്. എല്ലാ ആവശ്യങ്ങളും. ക്രിസ്തുവിൻ്റെ വേറൊരു പേരെന്താണ്? ദൈവരാജ്യം. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആരതുപോലെ നിറവേറ്റിയാൽ അവൻ ദൈവരാജ്യത്തിലാവും. ഈ ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറയണത്, ഇതിനേക്കാളും നല്ലൊരു പ്രാർത്ഥന ഇനി ദൈവത്തിനെ വെളിപ്പെടുത്താൻ പറ്റുമെന്നറിയത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ അനന്തമായ കഴിവിനെ പരിമിതപ്പെടുത്തി പറയുകയല്ല. കാര്യം ഇതിൻ്റെ സാരസംഗ്രഹം എന്ന് പറയണത്, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും എന്ന് പറഞ്ഞേ, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതെന്താ? അത് ആദ്യം, അതായത് ഇപ്പോൾ നമ്മൾ മത്തായി ശ്ലീഹയുടെ സുവിശേഷം ഉടമ്പടിയുടെ ഒരു ഭയങ്കര ആക്സ് വേർഡാണത്.
അക്ഷമായിട്ടുള്ളൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ 6:33, 32 പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇതിൻ്റെ. അതായത് ആദ്യം മനുഷ്യൻ ക്രിസ്തുവിന് റെഫറൻസ് കൊടുക്കണം. എന്താണ്? ദൈവരാജ്യത്തിന്. ആദ്യം നിങ്ങൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഇഷ്ടം. ഇപ്പം നമ്മുടെ ഇഷ്ടം നമ്മൾ കൺവേ ചെയ്യേണ്ടത് എങ്ങനെ? നമ്മുടെ വാക്കിലൂടെയാണ്, അല്ലേ? ഇപ്പം ചിലർ പറഞ്ഞു മനസ്സമ്മതത്തിന് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ പണ്ടത്തെ കാലത്താണെങ്കിൽ, ഇപ്പോഴത്തെ കാലത്തെ രീതിയല്ലേ ഞാൻ പറഞ്ഞത്, ഒരു 10-20 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ചെക്കൻ കാണുക പെണ്ണ് കാണുക പോകുന്ന ചടങ്ങില്ലേ, അപ്പോഴൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കന് ഇഷ്ടപ്പെട്ട ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മിണ്ടത്തില്ല പെൺകുട്ടികൾ. എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം? അപ്പോൾ അവർ മുതിർന്ന കാർന്നവന്മാരെന്താ ചോദിക്കുന്നത്? നീ വാ തുറന്ന് സംസാരിക്ക്, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ, അതാ നിനക്ക് വേറെ വല്ലവരും ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാത്ത കൊണ്ടാണ്. മനസ്സിലിരിപ്പ് അറിയണത് എങ്ങനെയാണ്? സംസാരത്തിലൂടെയാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പെന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മളറിയണത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സംസാരത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ സംസാരം നമുക്ക് എവിടെ നിന്ന് കിട്ടും? കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ്. അപ്പം ഈ വചനമെന്ന് പറയുന്നത് എക്സാക്റ്റായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഇത് ആരാണ് നടത്തണത്? അയാൾ ദൈവരാജ്യത്തിലാവും, എന്ന് വെച്ചാൽ ക്രിസ്തുവിലാകും. അപ്പോൾ വചനം എപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം നടപ്പിൽ വരുത്താനുള്ള വിവേചന ശക്തിയും അതിന്റെ കൊതിയും എൻ്റെ കഴിവും എനിക്ക് നൽകണമേ. അതിനാൽ അതുവഴി ഞാൻ ഈശോയെ അനുഭവിക്കാൻ ഇടയാക്കണമേ. ശ്രുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങേ അറിയാൻ, അങ്ങയുടെ വഴികൾ അറിയാൻ കർത്താവേ, ഉടമ്പടിയിലൂടെ കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ കൂടുതൽ ജീവിതത്തിൽ അനുഭവമാക്കാൻ കൃപ ചൊരിയണമേ. യേശുവേ ആരാധന. സ്നേഹവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വന്നാലും വസിച്ചാലും ഞങ്ങൾ ഹൃദയങ്ങളിലെന്നും വന്നാലും വസിച്ചാലും ഞങ്ങൾ ഹൃദയങ്ങളിലെന്നും. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, വീട്ടുജോലിയായിരുന്നു. അപ്പം സാലറി വളരെ കുറവാണ്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പോയത് തന്നെ. സാലറി വളരെ കുറവായിരുന്നു. അപ്പോൾ അവർ കൂട്ടിത്തരുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് സന്തോഷത്തോടുകൂടെ ഇവിടെ ഒന്ന് മാറി ഒരു നല്ല വരുമാനം കൂടിയ ജോലിയിലേക്ക് മാറാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് മാർച്ച് 5 ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. മാർച്ച് 24-ാം തീയതി വേറൊരു വീട്ടിൽ നല്ല രീതിയിൽ ഇരട്ടി സാലറിയോടുകൂടി ജോലിക്ക് കയറാൻ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് 40 വർഷമായിട്ടുള്ള തലവേദനയാണ്. ഒരു തടിക്കഷ്ണം പണ്ട് എൻ്റെ തല വീണ് അത്ര എപ്പോഴും തലവേദന, വെയിൽ കൊള്ളത്തില്ല, പുറത്തിറങ്ങത്തില്ല, ശബ്ദം കേൾക്കത്തില്ല, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു. ഞാനെന്നും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കും, അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മ തന്നെ മാറ്റിത്തരണം, അല്ലാതെ ഇനി മരുന്നൊന്നും എനിക്ക് വയ്യ. ഒരുപാട് ഗുളിക എപ്പോഴും കഴിക്കുന്ന തലവേദന വന്നാൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും രാവിലെ എല്ലാവരും എണീക്കുമ്പോഴേക്കും ഞാൻ മരിച്ചു പോകുന്നു. അതുപോലത്തെ ശക്തമായ തലവേദനയായിരുന്നു. ഇപ്പം എനിക്ക് വളരെയധികം സൗഖ്യം കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തൊടുപുഴ കരിങ്കുന്നം ലിറ്റിൽ ഫ്ലവർ നെടികാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ജനുവരി 26 ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അമ്മ ഒരു 25 വർഷത്തോളമായിട്ട് ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ ഒരു 6-7 മാസം മുമ്പ് അമ്മയുടെ കാല് ചെറുതായിട്ട് തട്ടി അവിടെ ഇൻഫെക്ഷനായി. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ആ ഇൻഫെക്ഷനായ വശം കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഒരു മാസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ 1 മാസമായിട്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഷുഗർ കൺട്രോളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം 1 മാസമായപ്പം അവർ ഡോക്ടറോട് പറഞ്ഞു ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് വിട്ടു. ഇത് ബാക്കി വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്താൽ മതി, പയ്യെ ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അഴിച്ചു നോക്കിയപ്പം ആ സർജറി ചെയ്ത വശം വീണ്ടും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് അപ്പം തന്നെ കൊണ്ടുപോയി. അവിടെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ആ ഇൻഫെക്ഷൻ കാൽപാദത്തിൻ്റെ അവിടം വരെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് കട്ട് ചെയ്ത് 1 മാസത്തോളം അവിടെ അഡ്മിറ്റായി. എന്നിട്ട് ഈ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല, ഷുഗർ കൺട്രോളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ചയായ ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞാൻ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ 3-4 മാസമായിട്ട് ഉണങ്ങാണ്ടിരുന്ന മുറിവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 1.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായും ഉണങ്ങി. ഷുഗറും കൺട്രോളിലേക്ക് വന്നു. അതുപോലെ എനിക്ക് കിട്ടിയ വേറെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 1-2 വർഷമായിട്ട് ഈശോയിലൊന്നും വിശ്വാസമില്ലാണ്ട് അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു. അപ്പോൾ ഈ മുറിവിലൂടെ എൻ്റെ വിശ്വാസം എനിക്ക് തിരികെ നൽകി ഈശോനെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ക്ലാരമ്മ ജോസഫ്. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് 2022 ഡിസംബർ 29 ഞാനിവിടെ വന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ഞങ്ങൾക്കൊരു പുതിയൊരു വീട് പണിയണമെന്ന്. ഞങ്ങൾ കഴിഞ്ഞ 2022 ജനുവരിയിൽ ബാങ്കിൽ നിന്നും 25 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞങ്ങൾ ഒരു വീടിൻ്റെ പണി തുടങ്ങി. വളരെ ഭംഗിയായി വീടിൻ്റെ പണി നടക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് തന്നെ പറയാം, ഏറ്റവും വലിയ വേദനയിലൂടെ ഞാൻ പോകുന്നത്. 2022 ഒക്ടോബർ 22 എൻ്റെ ഹസ്ബൻഡ് ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നത്. ഞാനാകെ മാനസികമായും ശാരീരികമായും വളരെയേറെ ഞങ്ങൾ തകർന്നുപോയി. അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞങ്ങളുടെ ഏക ആശ്രയമായിരുന്നു അദ്ദേഹം. ഞങ്ങളങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ബാങ്കിൽ എനിക്ക് വേറെ വരുമാനമാർഗ്ഗം ഒന്നും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ ബാങ്കിൽ EMI ഒരു മാസം 23,000 രൂപ വീതം വെച്ച് ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കണം. വേറെ വരുമാനമാർഗ്ഗം ഒന്നും തന്നെ ഞങ്ങൾക്ക് ഇല്ല. അങ്ങനെ എനിക്ക് ഈ ലോണിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഷുറൻസിൻ്റെ ഞങ്ങൾ ബാങ്കുകാർ എടുത്തിരുന്നു. ആ ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടി കമ്പനിക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തു. കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വന്നു. പിന്നെ ചില ഡോക്യുമെൻറ്റ്സ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് തടസ്സങ്ങളായിരുന്നു എനിക്ക് അതിലൂടെ വന്നിരുന്നത്. എനിക്ക് ഓരോ ഇത് ചെല്ലുമ്പോഴും എനിക്ക് ആ ഡോക്യുമെൻറ്റ്സ് കിട്ടുന്നില്ലായിരുന്നു.
അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ, എൻ്റെ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഈ പുണ്യഭൂമിയിൽ ഇവിടെ ഞാൻ എത്തുന്നത്. ഇവിടെ വന്നു ഞാൻ ഡിസംബർ 29-ാം തീയതി 2022 ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം മാർച്ച് മാസം വരെയുള്ള ലോണിൻ്റെ EMI ഒരുവിധം ഞാൻ അടച്ചു. ഇനി അടുത്ത ഈ മാസം ഏപ്രിൽ 14-ാം തീയതിയാണ് അടുത്ത EMI അടയ്ക്കേണ്ടത്. എനിക്ക് അടയ്ക്കുന്നതിന് യാതൊരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാസം ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു, അമ്മ എനിക്കിനി അടുത്ത മാസം EMI അടയ്ക്കാനുള്ള യാതൊരു നിവൃത്തി എനിക്കില്ല, നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം, നമുക്ക് ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് താമസിക്കാം. ഞാൻ വളരെയേറെ വേദനയോടുകൂടിയാണ് അമ്മയുടെ ഈ കാര്യം പറയുന്നത്. അതിലേറെ വേദനയിലൂടെയാണ് എൻ്റെ അമ്മ ഇത് കേൾക്കുന്നതും. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ മോളുടെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹമായിരുന്നു ആ വീട്. അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അതിനി തുടർന്നടയ്ക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുമായിരുന്നു. അന്ന് രാത്രി ഞാൻ മാതാവിൻ്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിച്ചു.